പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുന്നോടിയായി മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ സ്കൂൾ വാഹനങ്ങളുടെ പരിശോധന തുടങ്ങി. സിദ്ധാശ്രമ പരിസരത്ത് വെച്ച് നിരവധി വാഹനങ്ങൾ പരിശോധിച്ചു. സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായി സുരക്ഷ ഉറപ്പാക്കുന്നതിനായുള്ള പരിശോധനയാണ് തുടങ്ങിയത്. പരിശോധന പൂർത്തിയാകുന്ന മുറയ്ക്ക് വാഹനങ്ങൾക്ക് സ്റ്റിക്കർ പതിച്ചു നൽകും. ഇത്തരം സ്റ്റിക്കറുകളുള്ള വാഹനങ്ങൾക്ക് മാത്രമാണ് റോഡിലിറങ്ങാൻ അനുമതിയുള്ളത്. വാഹനങ്ങൾ വിദ്യാവാഹന ആപ്പിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം. ഹാൻഡ് ബ്രേക്ക്, CCTV ക്യാമറ, GPS ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിച്ചു. കൂടാതെ സ്കൂൾ വാഹന ഡ്രൈവർമാർക്ക് മോട്ടോർ വാഹന വകുപ്പ് പ്രത്യേക ക്ലാസും നൽകുന്നുണ്ട്. മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ വത്സരാജ്, അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ സനൽ, ജോജു, റിയാസ്, പ്രേംനാഥ് എന്നിവർ പരിശോധനയിൽ പങ്കെടുത്തു. വടകര RTOയുടെ നിർദ്ദേശപ്രകാരം ഈ വർഷത്തെ 2026-27 പുതിയ അധ്യയന വർഷത്തേക്കുള്ള സ്കൂൾ വാഹനങ്ങളുടെ പരിശോധനയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നും അടുത്ത ശനിയാഴ്ചയായിട്ടാണ് 2 ദിവസമായിട്ടാണ് സ്കൂൾ വാഹനങ്ങൾ പരിശോധിക്കുന്നത്. അതിൽ പ്രധാനമായിട്ടും പരിശോധിക്കുന്ന സേഫ്റ്റി കണ്ടീഷനാണ്. ആ സേഫ്റ്റി മെഷേഴ്സിൻ്റെ നമ്മളെല്ലാ കാര്യങ്ങളും പരിശോധിച്ചിട്ട് മാത്രമേ വാഹനങ്ങൾക്ക് സ്റ്റിക്കറുകൾ അനുവദിക്കുന്നുണ്ട്. ആ സ്റ്റിക്കറുകൾ അനുവദിച്ച വാഹനങ്ങൾ മാത്രമേ റോഡിൽ കാണാൻ പാടുള്ളൂ എന്ന് പ്രത്യേകം ഡയറക്ഷൻ ഉണ്ട്. എല്ലാ സേഫ്റ്റി നിർദ്ദേശങ്ങളും പ്രത്യേകിച്ചിട്ട് സ്പീഡ് കോർണർ, ഹാൻഡ് ബ്രേക്ക്, CCTV ക്യാമറ, പിന്നെ നമ്മുടെ ആപ്പ് ഉണ്ടല്ലോ പുതിയ വിദ്യാവാഹന ആപ്പിൽ എല്ലാ വാഹനങ്ങളും കയറ്റിയിരിക്കണം. അതുപോലെ GPS സംവിധാനം, ഇതൊക്കെ പിന്നെ അതുപോലെ എല്ലാ ഈ ഡ്രൈവർമാർക്കുള്ള നിർദ്ദേശങ്ങൾ, അവർക്കുള്ള ക്ലാസ്സുകൾ എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് ഇന്നും അടുത്ത ശനിയാഴ്ചയാണ് ഈ സ്കൂൾ വാഹനങ്ങൾ പ്രത്യേകമായിട്ട് പരിശോധിക്കുന്നത്. അപ്പോൾ ഇന്ന് കുറച്ച് വാഹനങ്ങൾ വന്നിട്ടുണ്ട്. ഇനി അടുത്ത ശനിയാഴ്ചയും ബാക്കി വാഹനങ്ങൾ പരിശോധിക്കുന്നതായിരിക്കും. നമ്മൾ ശക്തമായ പരിശോധന തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാത്ത വാഹനങ്ങൾക്ക് ഈ സ്റ്റിക്കറുകൾ നൽകുന്നതല്ല. സ്റ്റിക്കറുകൾ നൽകിയ വാഹനങ്ങൾ മാത്രമേ റോഡിൽ കാണാൻ പാടുള്ളൂ എന്ന് പ്രത്യേക നിർദ്ദേശമുണ്ട്. പിന്നെ സ്കൂൾ ടീച്ചേഴ്സിനും പിന്നെ ആയമാർക്ക്, ഡ്രൈവർമാർക്ക് എല്ലാവർക്കും ക്ലാസ്സുകൾ നൽകുന്നുണ്ട്. ഇതിൻ്റെ കൂടെ അനുവദിച്ചിട്ട് ആ ക്ലാസ്സിലും ഇവർ പങ്കെടുക്കാൻ വേണ്ടി RTO പ്രത്യേക നിർദ്ദേശം നൽകിയിട്ടുണ്ട്.